हरि ओम। ओम सहनाववतु सहनौ भुनक्तु सह वीर्यं करवावहै तेजस्विनावधीतमस्तु मा विद्विषावहै। ओम शांति शांति शांति। शान्ताकारं भुजगशयनं पद्मनाभं सुरेशं विश्वाधारं गगनसदृशं मेघवर्णं शुभाङ्गं लक्ष्मीकान्तं कमलनयनं योगिहृद्ध्यानगम्यं वन्दे विष्णुं भवभयहरं സർവലോകൈകനാഥം. നമ്മൾ 46 47 ശ്ലോകവും ചൊല്ലുന്നു. 46 47. ഓക്കെ. വിസ്താരസ്ഥാവര സ്ഥാണു പ്രമാണം ബീജം അവ്യയം അർത്ഥോ അനർത്ഥോ മഹാകോശോ മഹാഭോഗോ മഹാധന അനിർവിണ്ണസ്തവിഷ്ടോ ഭൂർ ധർമ്മയൂപോ മഹാമഘ നക്ഷത്രനേമി നക്ഷത്രി ക്ഷമക്ഷാമ സമീഹന. നമ്മളെടുക്കുന്ന നാമപ്പോൾ 433. മഹാഭോഗ. മഹാഭോഗ അത്യുത്കൃഷ്ടമായ ആനന്ദ അനുഭവം ഉള്ളവനർത്ഥം. മഹാഭോഗ. ഭോഗം മീൻസ് എൻജോയ്മെൻറ്റ്. ഭോഗം ആധ്യാത്മിക തലത്തിലും ഭൗതിക തലത്തിലും ആവാം. രണ്ട് തരത്തിലുള്ള ഭോഗം എന്ന് മാത്രം. ഒന്ന് സുഖം കിട്ടുന്ന ഭോഗം, ഒന്ന് ആനന്ദം കിട്ടുന്ന ഭോഗം. മനസ്സിലായില്ലേ? ആധ്യാത്മിക തലത്തിൽ ആനന്ദം കിട്ടുന്ന ഭോഗം, മറ്റത് സുഖം കിട്ടുന്ന ഭോഗം. ഭഗവാൻ രണ്ടും ഉണ്ട്. ഭഗവാൻ വേണമെങ്കിൽ പറയാം. അപ്പോൾ ഏതൊന്നാണോ മഹത്തായിട്ടുള്ളത് അത് നമുക്ക് ആനന്ദം നൽകുന്നു. മഹത്തായിട്ടുള്ളത് മീൻസ് ഇനി അതിനേക്കാൾ അപ്പുറത്തൊന്നും ഇല്ലാത്തതെന്നർത്ഥം. ഫുൾ. കാരണം അല്പവസ്തു സുഖം തരുമായിരിക്കാം. ചെറിയ ചെറിയ വസ്തുക്കൾ ബിറ്റ്സ് ആൻഡ് പീസസ് ആയിട്ടുള്ളത് നമുക്ക് സുഖം തരുമായിരിക്കാം. ക്ഷണിക സുഖങ്ങൾ നമുക്ക് തരും. അപ്പോൾ ഈ അല്പസുഖം കിട്ടിക്കഴിഞ്ഞാൽ എന്ത് പറ്റിച്ചെങ്കിൽ ആ സുഖം അനുഭവിച്ചു കഴിഞ്ഞാൽ പിന്നെയും അത് സൂക്ഷിക്കണം എന്നുള്ളൊരു ടെൻഡൻസി വരും. അപ്പോൾ അല്പസുഖങ്ങൾ കൂടുതൽ ആഗ്രഹങ്ങൾ ഉണ്ടാക്കി തീർക്കും. കൂടുതൽ ആഗ്രഹങ്ങൾ കൂടുതൽ ദുഃഖങ്ങളിലേക്ക് നയിക്കും. മനസ്സിലായില്ലേ? അതാണ് അല്പസുഖത്തിൻ്റെ ഒരു ബുദ്ധിമുട്ട്. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കിട്ടും, പക്ഷെ അതൊക്കെ ടപ്പ് ടപ്പിന് തീരും. വെടിമരുന്ന് ഓലപ്പടക്കം കത്തിച്ചിടണ പോലെ ടപ്പ് അങ്ങോട്ട് തീരും. മാലപ്പടക്കം പോലെ അങ്ങനെ നിൽക്കില്ല. അത് ബ്രഹ്മാനന്ദമായിട്ട് നിൽക്കില്ല. അത് ക്ഷണികാനന്ദമായിട്ട് പോവും. അപ്പോൾ ഓരോരോ സുഖം നമുക്ക് വരുമ്പോഴും ആ സുഖത്തിനെ കുറിച്ച് അതേപോലെയുള്ള സുഖം കൂടുതൽ ആസ്വദിക്കണം എന്നുള്ള ഒരാഗ്രഹം മനസ്സിൽ വരും. അതുകൊണ്ടാണ് നമ്മൾ പറഞ്ഞത് നമ്മളുടെ ഡിസയേഴ്സ് ആർ ഓൾവേസ് 24/7, വൺ ആഫ്റ്റർ ദി അതർ. നമ്മുടെ മാനസിക മെൻ്റൽ പ്ലാറ്റ്ഫോമിൽ നിന്ന് അവർക്ക് കർമ്മം ചെയ്യാനുള്ള ഒരു അവസരം നമ്മളോട് ചോദിക്കുകയാണ്. ഓരോരോ ആഗ്രഹങ്ങളും വന്നിട്ട് ലെറ്റ് മീ ട്രൈ ദിസ്, എന്നെ ഒന്ന് രംഗത്തേക്ക് കൊണ്ടുവരുമോ, എന്നെ ഒന്ന് ഇറക്കുമോ, ചാലവേ മുമ്പിൽ ഞാൻ എന്നോതി എന്ന് പറയില്ലേ. ഞാനൊന്ന് ആദ്യം കളിച്ചോട്ടെ എന്നിങ്ങനെ ചോദിക്കുകയാണ്. ഓരോരോ ആഗ്രഹങ്ങളും ആ സ്റ്റേജിൻ്റെ മുകളിൽ പ്രകടമാക്കിയിട്ട് കിട്ടുന്നൊരു സന്തോഷം ഉണ്ടല്ലോ. അയ്യ, എന്ത് അത് പൂക്കുറ്റി പോലെ
വേഗം കഴിയും ചെയ്യും. കൃത്രിമ ഗുണ്ടുകൾ തീർന്നുവോ നേരത്തു കത്തിച്ച പൂക്കുറ്റി കെട്ടേ പറ്റൂ. ക്ഷണിക നേരം കൊണ്ട് അത് പോവും. അപ്പോൾ ക്ഷണിക സുഖങ്ങൾ ആഗ്രഹങ്ങളെ കൂടുതൽ വളർത്തുന്നു, കൂടുതൽ ആഗ്രഹങ്ങൾ കൂടുതൽ ദുഃഖങ്ങളെ തരുന്നു. അതുകൊണ്ടാണ് വേദങ്ങൾ ഉപനിഷത്തുകളൊക്കെ പറയണത് അകാമനായ ശ്രോത്രിയന് ബ്രഹ്മാനന്ദ അനുഭവം ലഭിക്കണമെന്ന്. ആഗ്രഹം ഒന്നും മനസ്സിലില്ലാത്ത, ആഗ്രഹമില്ല എന്ന് വെച്ചാൽ ആഗ്രഹം ബേസ് ചെയ്തിട്ടാണ് സുഖം കിട്ടുന്നത് എന്നുള്ളൊരു ധാരണയില്ല അയാൾക്ക്, എന്നുള്ള തെറ്റിദ്ധാരണയില്ല. ആഗ്രഹങ്ങളിൽ നിന്നല്ല എനിക്ക് സുഖം കിട്ടുന്നത്. ആഗ്രഹങ്ങൾ വന്നോട്ടെ, കളിച്ചോട്ടെ, പൊക്കോട്ടെ, അവരെന്ത് ഫലാച്ചാ തന്നോട്ടെ. ഐ ആം നോട്ട് അറ്റ് ഓൾ ബോതേഡ്, ഐ ആം നോട്ട് കൺസേൺഡ്, ബിക്കോസ് ഐ ആം ഓൾറെഡി ഹാപ്പി വിത്തൗട്ട് ആഗ്രഹം. അവർ സ്റ്റേജിൻ്റെ മുകളിൽ വന്ന് കളിച്ചാലും കളിച്ചില്ലെങ്കിലും ഐ ആം ഹാപ്പി. പിന്നെ കളിക്കോ, കൂക്കിവിളി കേൾക്കണമെങ്കിൽ കൂക്കിവിളി കേട്ടോ, ഹർഷാരവം കേൾക്കണമെങ്കിൽ ഹർഷാരവം കേട്ടോ, കയ്യടി കേൾക്കണമെങ്കിൽ കയ്യടി കേട്ടോ. ഇറ്റ്സ് ഓൾ നൺ ഓഫ് മൈ ബിസിനസ്, ബിക്കോസ് ഐ ആം ഓൾറെഡി എൻജോയിങ് ആനന്ദം. എന്താ കാരണം? ഐ ആം സ്റ്റേറ്റ് ഓഫ് ഡിസയർലെസ്നെസ്. നോ, ഐ ആം നോട്ട് ഡിസയർലെസ്നെസ് എന്ന് പറഞ്ഞ ആ അർത്ഥത്തിലല്ല. ഐ ആം നോട്ട് ഡിപ്പെൻഡിങ് എനിമോർ ഓൺ യു പീപ്പിൾ. ഐ ആം ഇൻഡിപെൻഡൻറ്റ്. ഐ ആം ലിബറേറ്റഡ് ഫ്രം ഓൾ ഓഫ് യു. അതാണ് അതിൻ്റെ അർത്ഥം. അത് തൈത്തിരീയത്തിൽ ആണ് വ്യക്തമാക്കുന്നത്. അകാമനായ ശ്രോത്രിയന് ബ്രഹ്മാനന്ദം അനുഭവം ഉണ്ടാകുന്നു. ഹി ഈസ് കണ്ടിന്യൂസ്ലി ഹാപ്പി. മനസ്സിലായില്ല? അപ്പോൾ അതാണ് മഹാഭോഗ. ലളിതാ സഹസ്രനാമത്തിൽ നമുക്ക് കാണാം മഹാഭോഗ എന്നുള്ള നാമം, മഹാഭോഗ മഹൈശ്വര്യ എന്നുള്ള നാമം. അവിടെയും തന്നെയാണ് പറയുന്നത്. ദേവിയും മഹാഭോഗ തന്നെയാണ്. എല്ലാ ഭോഗങ്ങളും അനുഭവിക്കുന്നവളാണ് ദേവി. ഭൗതികമായിട്ടുള്ളതായാലും ശരി, ഇതായിട്ടുള്ളതായാലും ശരി. എന്താ പറയുക, സ്വസ്ഥാനത്തിരുന്ന് അനുഭവിക്കുന്നത് ആത്മീയമായത്, വേഷം കെട്ടി അനുഭവിക്കുന്നത് സുഖദുഃഖങ്ങൾ. മനസ്സിലായില്ലേ? സ്വസ്വരൂപത്തിൽ ദേവിയോ അല്ലെങ്കിൽ ഭഗവാനോ ഇരുന്ന് അനുഭവിക്കുന്നതാണ് പരമാനന്ദം, ട്രൂ നേച്ചർ. മറ്റതൊക്കെ സുഖവും ദുഃഖമാണ്. ആനന്ദമാണ് ട്രൂ നേച്ചർ. സുഖവും ദുഃഖമൊക്കെ നമ്മളുണ്ടാക്കുന്നതാണ്. ഇന്നലെ ക്ലാസ് കഴിഞ്ഞപ്പോൾ ഒരു ശ്രോതാവ് വിളിച്ചിട്ട് എന്നോട് ചോദിച്ചു, സുഖം ദുഃഖവും ആനന്ദത്തിനുള്ള ഡിഫറൻസ് പറയുമ്പോൾ ഇങ്ങനെ ഒന്ന് ആലോചിച്ചുകൂടെ എന്ന് ചോദിച്ചു എന്നോട്. എന്താ വെച്ചാൽ അദ്ദേഹം പറഞ്ഞു, സുഖത്തിൻ്റെ ഓപ്പോസിറ്റ് ദുഃഖമല്ലേ, അത് നമ്മളുണ്ടാക്കിയ വാക്കല്ലേ. അതെ. ആനന്ദത്തിൻ്റെ ഓപ്പോസിറ്റ് അങ്ങനെയൊന്നും ഇല്ലല്ലോ. ഞാൻ പറഞ്ഞു ശരിയാണ്, ആനന്ദത്തിന് ഓപ്പോസിറ്റ് ഇല്ല, ബിക്കോസ് ദാറ്റ് ഇസ് യുവർ ട്രൂ നേച്ചർ. അതിനെന്ത് ഓപ്പോസിറ്റ് ഉണ്ടാവാനാ? അതിനൊരു ഓപ്പോസിറ്റ് ഇല്ലല്ലോ. ഇറ്റ് ഇസ് യുവർ ട്രൂ നേച്ചർ. അതല്ലാണ്ട് വേറൊന്നും ഇല്ല. നിങ്ങൾ നേരെ കുറച്ച് സുഖവും ദുഃഖവും ഞാൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ സുഖത്തിന് അസുഖമുണ്ട്, ആനന്ദത്തിന് എന്താ പറയുക? ആനന്ദത്തിന് ഓപ്പോസിറ്റ് എന്താ ഉള്ളത്? ഒരു വാക്ക് കണ്ടുപിടിക്കൂ. ദുഃഖമല്ല, അസുഖമല്ല, പിന്നെന്താ? അശാന്തിയല്ല, ആനന്ദം. അതിൻ്റെ ഓപ്പോസിറ്റ് പറയും. അപ്പോൾ അദ്ദേഹം പറഞ്ഞു വളരെ ശരിയാണ്. അപ്പോൾ അതുകൊണ്ട് സുഖം ദുഃഖം എന്നൊക്കെ പറയുന്നത് ശാശ്വതമല്ല, ആനന്ദമാണ് ശാശ്വതം. ശാശ്വതമുള്ള ഇറ്റ് ഈസ് യുവർ ട്രൂ നേച്ചർ. ആ വേവ് ലെങ്തിൽ നമ്മൾ പിടിക്കുന്നില്ല എന്ന് മാത്രം. നമ്മൾ ഈ കച്ചറ വേവ് ലെങ്താണ് പിടിക്കാൻ പോകുന്നത്. അതാണ് നമുക്ക് കിട്ടാത്തത്. ഓക്കെ. ഓക്കെ. അടുത്ത നാമം 434, മഹാധന. ധനാധന മീൻസ് മഹത്തായ ധനമുള്ളവൻ. മഹാകോശ എന്നുള്ള വാക്ക് നമ്മൾ ഇന്നലെ പരിചയപ്പെട്ടില്ലേ? മഹാകോശ. ആ നാമം ഒന്ന് ഓർക്കണേ, മഹാകോശ. ധനമെന്ന് പറഞ്ഞാലും ഈ ഭോഗം പറഞ്ഞ പോലെ ഭൗതിക ധനമുണ്ട്, ആധ്യാത്മിക ധനമുണ്ട്. അത് രണ്ടിൻ്റെയും കോശം, ട്രഷറിയാണ് ഭഗവാൻ. റെപ്പോസിറ്ററി നമുക്ക് പറയാം. ട്രഷറി, കോശം എന്ന് വെച്ചാൽ ട്രഷറി എന്നുള്ള അർത്ഥമുണ്ട്. ഇവിടെയും ആധ്യാത്മികമായിട്ടുള്ള ധനം വരികയാണെങ്കിൽ നമുക്ക് കുഴപ്പമില്ല. പോസിറ്റീവ് ക്വാളിറ്റീസാണ് നമുക്ക് വരിക.
നേരെ മറിച്ച് ഭൗതിക ധനമാണ് വന്നതെന്നുണ്ടെങ്കിൽ അത് മിക്കവാറും ഇരിക്കേണ്ട സ്ഥലത്തായിരിക്കില്ല അവൻ ഇരിക്കുക. അവൻ കുരുത്തം കെട്ട സ്ഥാനത്ത് കയറിയിരിക്കും. ആധ്യാത്മിക ധനം ഭൗതിക ധനം കൊണ്ടൊരു കുഴപ്പമില്ല. അതിനെ വേണ്ട നിലയ്ക്ക് നിർത്തിയാൽ മതി, പോക്കറ്റിലിരുത്തിയാൽ മതി, പോക്കറ്റിൽ വെച്ചാൽ മതി. അതിനുള്ള സ്ഥാനം അതാണ്. പോക്കറ്റോ മടിത്തട്ടോ അതിൽ വെച്ചാൽ മതി. പക്ഷെ അതിലിരിക്കില്ല അവൻ. അവൻ്റെ വരവ് തന്നെ കണ്ട എല്ലാവരും പേടിക്കും, എല്ലാവരും വഴിമാറി കൊടുക്കും ഭൗതിക ധനത്തിൻ്റെ വരവ് കണ്ടാൽ. ഇല്ലേ ഇല്ലേ വിദ്യാവൃദ്ധൻ, വയോവൃദ്ധൻ, തപോവൃദ്ധനുമെന്നിവർ ധനവൃദ്ധൻ്റെ വാതുക്കൽ കാവൽ നിൽക്കുന്നു നിത്യവും. അല്ലേ? അവൻ്റെ വരവ് കണ്ടാൽ തന്നെ പേടിക്കും. നമ്മുടെ കീശയിലൊന്നും അവൻ ഒതുങ്ങില്ല. അവൻ നേരെ കട കയറി ചെല്ലറിയോ, നേരെ തലയുടെ ഉള്ളിൽ കയറിയിരിക്കും. അപ്പോൾ ഭൗതിക ധനം വന്ന് ഇരിക്കുക തലേമ്പിലാണ്, നമ്മളുടെ തലയിലാണ് വന്നിരിക്കുക അവൻ. പോരെ? തലയിലിരുന്ന് കഴിഞ്ഞാൽ കാമക്രോധ ലോഭ മോഹമത മത്സരങ്ങളൊക്കെ ഉണ്ടാവും. ആധ്യാത്മിക ധനം തലയിലിരുന്നുകൊണ്ട് ഒരു കുഴപ്പമില്ല. അമാനിത്വം, മദംബിത്വം, അഹിംസ, ശാന്തിരാർജവം എന്ന് പറയുന്ന റേഡിയേറ്റിംഗ് ക്വാളിറ്റീസാണ് ആധ്യാത്മിക ധനം നമുക്ക് കിട്ടുക. ശാന്തത, കാരുണ്യം, കരുണ, മനസ്സിലായില്ലേ, സഹതാപം, അങ്ങനെയുള്ള നോബിൾ ഹ്യൂമൻ ക്വാളിറ്റീസ്. മറ്റതല്ല, രാക്ഷസന്മാരുടെ ക്വാളിറ്റീസാണ് നമുക്ക് കിട്ടുക. കാമം, ക്രോധം, ലോഭം, മോഹം, മതം, മത്സര്യം. അവൻ പോക്കറ്റിലിരിക്കുകയാണെങ്കിൽ ഒന്നും ഉണ്ടാക്കില്ല. അവൻ ഭയങ്കര മൈനോറിറ്റിക്കാരനാണ്, ഉണ്ടില്ല അവൻ. കുറച്ചൊരു മെജോറിറ്റി കിട്ടി തലേ കയറാൻ പറ്റിയെന്ന് വിചാരിക്കുക, അവൻ നമ്മളെ ആകെ മുച്ചൂടാക്കും. അല്ലേ? ആധ്യാത്മിക ധനം എവിടെ ഇരുന്നാലും കുഴപ്പമില്ല. തലയിലോ പോക്കറ്റിലോ ട്രൗസറിൻ്റെ പോക്കറ്റിലോ ഷൂവിൻ്റെ ഉള്ളിലോ അയാൾക്ക് എവിടെ വേണമെങ്കിൽ ഇരുന്ന ഒരു കുഴപ്പക്കാരനും അല്ല. ബിക്കോസ് ഈസ് എ പോസിറ്റീവ് തിങ്കർ. മനുഷ്യനിൽ സാത്വിക ഭാവമാണ് ജനറേറ്റ് ചെയ്യുക ആധ്യാത്മിക ധനം. നേരെ മറിച്ച് ഭൗതിക ധനം മിക്കതും താമസഭാവമാണ് ഉണ്ടാക്കുക. അതുകൊണ്ട് അർത്ഥം അനർത്ഥം എന്ന് പറയുന്നത് വേറെയാണ്. ശരിയാണ്, അനർത്ഥം ഉണ്ടാക്കുകയുള്ളൂ അവൻ അർത്ഥത്തിന്. വരുമ്പോൾ വലിയൊരു സന്തോഷമൊക്കെയാണ്. പക്ഷെ അവൻ ഇരിക്കേണ്ടടുത്ത് ഇരിക്കില്ല. അവൻ നേരെ കയറി തലയുടെ മുകളിൽ കിടന്ന് ഇരിക്കാൻ നോക്കും. തലമ്മിൽ കയറി ഇരുന്ന് കഴിഞ്ഞാൽ വലിയ അപകടക്കാരനാണ്. അല്ലെങ്കിൽ അർത്ഥത്തിനെ കൊണ്ട് കറൻസി നോട്ട് ഹാസ് നോ പ്രോബ്ലം ടു ഹാസ് നോ പവർ ടു ഗിവ് യു പ്രോബ്ലംസ്. കറൻസി നോട്ടിന് അങ്ങനെ ഒരു പവർ ഇല്ല. നമ്മളാണ് അതിനില്ലാത്ത കൊമ്പും ചില്ലൊക്കെ വെച്ചിട്ട് അതിനൊരു വികൃത രൂപമാക്കി മാറ്റിയിട്ട്. അതെന്താ കാരണം? നമ്മളുടെ തലയിൽ നിന്നുള്ള വർക്ക്. ഈഗോ മുകളിലല്ലേ ഇരിക്കണം, പോക്കറ്റിലല്ലല്ലോ ഈഗോ ഇരിക്കണം. ഉച്ചക്ക് അവിടെയല്ലേ ഒരു ഹെഡ് ഓഫീസ്. കാമം, ക്രോധം, ലോഭം, മോഹം, മതം, മാത്സര്യം, ഈഗോ, അഹങ്കാരം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവിടെയാണ്. അതിൻ്റെ കൂട്ടത്തിൽ അങ്ങോട്ട് ചെന്ന് പെടുമ്പൻ ആര്? ഈ ഭൗതിക ധനം. മൊച്ചക്കുരങ്ങനെ വിളിച്ചരികത്തു വെച്ചാൽ ഉച്ചയ്ക്കുമേൽ കയറി നാടകമാടി നിൽക്കും എന്നുള്ളൊരു വെറുതെ അല്ല പറഞ്ഞു. ഒരു കുരങ്ങനെ പിടിച്ച് അടുത്തിരിച്ച് അവൻ അപ്പം കയറും തലയിൽ. മൊച്ചക്കുരങ്ങനെ വിളിച്ചരികത്തു വെച്ചാൽ ഉച്ചയ്ക്കുമേൽ കയറി നാടകമാടി നിൽക്കും. പിന്നെ അവൻ്റെ ഡ്രാമ കളിക്കൽ നമ്മുടെ ഉച്ചയുടെ മുകളിലാവും. അത് സൂക്ഷിക്കണം എന്ന് പറയുന്നു. മഹാധന ഭഗവാൻ മഹാധനനാണ്, ലക്ഷ്മി ദേവിയാണ്. ഭൗതിക ധനത്തിന് ഒരു പ്രശ്നവുമില്ല. പിന്നെ സാത്വിക ഗുണങ്ങൾ ഭഗവാന്റെ കയ്യിൽ നിന്ന് പോയതേ ഉള്ളൂ. അപ്പോൾ ഭൗതിക ധനമുണ്ട്, ആധ്യാത്മിക ധനമുണ്ട്. രണ്ടിലും മെച്ചപ്പെട്ടവൻ നഷ്ടം. നിറകൊട്ടം തുളുമ്പില്ല. അദ്ദേഹത്തിൻ്റെ കയ്യിലുള്ള സാത്വിക ഗുണങ്ങളും മറ്റുള്ള ആധ്യാത്മിക ധനങ്ങളെല്ലാം തന്നെ ഈ ലക്ഷ്മി ദേവിക്ക് ഒരു പ്രഭയില്ലാണ്ട് തീർക്കും. ലക്ഷ്മി ദേവി അങ്ങടാ യാചിക്കണം, ഞാൻ ഒന്നിവിടെ വന്ന് ഇരുന്നോട്ടെ. അതുകൊണ്ടല്ലേ ഭഗവാൻ തലക്കിലല്ല ഇരിക്കണം, കാക്കിലായിരിക്കണം ലക്ഷ്മി ദേവി. കാല തിരുമണ്. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ അടുത്ത നാമം അനിർവിണ്ണ. അനിർവിണ്ണ മനംമടുപ്പ് അഥവാ ഖേദം ഇല്ലാത്ത, അല്ലെങ്കിൽ നിരാശയില്ലാത്തവൻ എന്നർത്ഥം. മനംമടുപ്പില്ലാത്തവൻ, ഖേദമില്ലാത്തവൻ, നിരാശയില്ലാത്തവൻ. മീനിങ് വാട്ട്? സദാ ആനന്ദ സ്വരൂപത്തിൽ വർത്തിക്കുന്നവൻ. അല്ല അതിൻ്റെ അർത്ഥം? മനംമടുപ്പില്ല, നോ ഡിസ്കറേജ്മെൻറ്റ്. മടുത്തു കേട്ടോ,
അങ്ങനെയില്ല. എന്നും പുതുമയാണ്, എന്നും നൂതനമാണ്. പുരാതനം എന്ന് പറയുന്നത് അതാണ്. ഖേദില്ല, നോ ഡിസപ്പോയിൻമെൻറ്റ്സ്, നിരാശയില്ല, നോ ഡിജക്ഷൻ. മനസ്സിലായില്ലേ? പിന്നെന്താ? സദാ ആനന്ദസ്വരൂപൻ. അനിർവിണ്ണനാണ് വാക്ക്. നിർവിണ്ണൻ എന്നാൽ എന്താ അർത്ഥം? നിർവിണ്ണൻ. ഇഷ്ടപ്രാപ്തി അസാധ്യമായതുകൊണ്ടോ, ഇഷ്ടമായിട്ടുള്ള കാര്യങ്ങൾ കിട്ടാൻ അസാധ്യമായതുകൊണ്ടോ, പൂർണ്ണനല്ലാത്തത് കൊണ്ടോ അതും ആവാം. ഐ എം ഫീലിംഗ് എ സെൻസ് ഓഫ് ഇൻകംപ്ലീറ്റ്നെസ്, സെൻസ് ഓഫ് ഇൻസെക്യൂരിറ്റി. ഒരു പൂർണ്ണതയില്ല എന്ന് പറയില്ല, ഒന്നും അങ്ങോട്ട് ശരിയാവണില്ല നീ. അപ്പം പൂർണ്ണതയില്ലാത്തത് കൊണ്ടോ, ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ സിദ്ധിക്കാത്തത് കൊണ്ടോ മനസ്സ് മടുത്ത്, ജീവിതം തന്നെ മടുത്ത്, എന്ത് ചെയ്യുന്നത്? ആ ഒരു സിറ്റുവേഷനിലാണ് രാഗദ്വേഷങ്ങൾ രംഗപ്രവേശം ചെയ്യുക. മനം മറ്റതൊക്കെ ഒന്നിരിക്കണ നേരത്താണ് മറ്റവൻ്റെ വരവുണ്ടാവുക. താടി, ചുവന്ന താടി, അവൻ്റെ വരവ് രംഗപ്രവേശം അപ്പോഴാണ് ഉണ്ടാവുക. രാഗവും ദ്വേഷവും അതും കൂടി വന്നു കഴിഞ്ഞാൽ കേമായി. അല്ലെങ്കിൽ തന്നെ അവൻ ഡിജക്റ്റഡായിരിക്കുക, ഡിപ്രസ്ഡ് ലെവലിലേക്ക് എത്തിയിരിക്കുക. പിന്നെ അതിൻ്റെ മുകളിൽ അസുഖം കൂടി വന്നാലോ, ഈ രാഗദ്വേഷങ്ങളും കൂടി വന്നാലോ, പിരിമുറുക്കാൻ വേറെ വല്ലവരും വേണോ? അങ്ങനെ കയറിപ്പോവും. ഭഗവാൻ അങ്ങനെയല്ല എന്ന് പറയണം. അനിർവിണ്ണനാണ്. കാരണം രാഗദ്വേഷ വിഗതനാണ് അദ്ദേഹം. അദ്ദേഹത്തിന് എന്ത് രാഗം, അദ്ദേഹത്തിന് എന്ത് ദ്വേഷം? ഈ രാഗദ്വേഷങ്ങളല്ലേ ആശയും നിരാശയൊക്കെ ഉണ്ടാക്കുന്നത്? അല്ലേ? രാഗദ്വേഷങ്ങളല്ലേ ആശയും നിരാശ ഉണ്ടാക്കുന്നത്? ഇല്ലാത്ത, കിട്ടാത്ത, കയ്യിലില്ലാത്ത വസ്തുവിനോടുള്ളൊരു അമിതമായ കാമമല്ലേ രാഗം? അല്ലേ? കയ്യിലുള്ള വസ്തു നിലനിൽക്കാൻ വേണ്ടി അതിനെ സ്നേഹിക്കുന്ന ഒരു അമിതമായ കാമം, അങ്ങനെയല്ലേ? കിട്ടാതിരിക്കാനുള്ള കാരണങ്ങളുടെ മുകളിലുള്ള, അല്ലെങ്കിൽ കിട്ടാത്ത വസ്തുവിനോടുള്ള ഒരു പ്രതികരണമല്ലേ ദ്വേഷം? കിട്ടാനുള്ള കാമം, കിട്ടാതിരിക്കുമ്പോൾ ദ്വേഷം. ഉള്ള വസ്തുവിനോട് കാമം, ഇല്ലാത്ത വസ്തുവിനോട് ദ്വേഷം. കിട്ടിക്കഴിഞ്ഞാലും കാമം തന്നെയാണ്. അത് കയ്യിൽ നിന്ന് പോകാണ്ട് അങ്ങനെ സൂക്ഷിച്ചുകൊണ്ടിരിക്കും. ഈ കുട്ടികൾ ഈ മിഠായിയുടെ കടലാസൊക്കെ പൊട്ടിച്ച് പുസ്തകത്തിൻ്റെ ഇടയിലൊക്കെ വെക്കില്ലേ, ചെറിയ ചെറിയ പുസ്തകത്തിൻ്റെ ഇടയിൽ. ന്യൂട്രിൻ, പാരി, എന്താ പറയുക, മിഠായിയൊക്കെ പൊളിച്ച് കഴിഞ്ഞ് തിന്നു കഴിഞ്ഞാൽ ആ കടലാസ് കളയില്ല, അങ്ങനെ വെച്ചുകൊണ്ടിരിക്കും. സൂക്ഷിക്കണം. അങ്ങനെ വല്ലവരും എടുത്തു കഴിഞ്ഞാൽ അയ്യോ. കുട്ടികളൊക്കെ ഇറ്റ് ഈസ് ഓക്കെ. നമ്മളെന്തിനാ അങ്ങനെ? അപ്പോൾ കിട്ടിയ സാധനം ഗംഭീരമായിട്ട് സൂക്ഷിക്കും. അസാമാന്യ കാമാണ് അതിനോട്, രാഗമാണ്. കിട്ടാത്തതിനോടോ ദ്വേഷം. ഇതല്ലേ നമ്മുടെ മനസ്സിൽ രാഗവും ദ്വേഷവും. അപ്പോൾ ഈ രാഗവും ദ്വേഷവുമാണ് ആ നിരാശ ഉണ്ടാക്കുന്നത് മനസ്സിൽ. ഡിസപ്പോയിൻമെൻ്റ് ഉണ്ടാക്കേണ്ടത് രാഗദ്വേഷങ്ങളാണ്. നമ്മൾ കാമിക്കുന്ന വസ്തു പോയാലും, ദ്വേഷിക്കുന്ന വസ്തു വരാഞ്ഞാലും നിരാശയായി. നിരാശ നമ്മളെ പഠിപ്പിക്കുന്നൊരു കാര്യമുണ്ട്. അത് നമ്മളെല്ലാവരും അറിഞ്ഞിരിക്കണം. ഒരു സിമ്പിൾ ലെസൺ ഈ നിരാശ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അത് വലിയൊരു പാഠമാണ്. ഏത് നിരാശയും നമ്മളെ പഠിപ്പിക്കുന്ന ഒരു കാര്യമാണ്. പക്ഷെ നമ്മൾ പഠിക്കാൻ തയ്യാറല്ല. തല കുലുക്കും. മനസ്സിലായോ? ആ പിന്നെ എന്താ മനസ്സിലാവായെന്ന് വെച്ചാൽ അപ്പുറത്ത് ചെന്നിട്ട് നേരെ വിപരീതം ചെയ്യും. മനസ്സിലായില്ലേ? അത് ഞാൻ മറന്നു. അതാണ് നമ്മുടെ സ്വഭാവം. അപ്പോൾ എന്താ നമ്മളെ നിരാശ പഠിപ്പിക്കുന്നത്? നിരാശ നമ്മളെ പഠിപ്പിക്കേണ്ടത് നിങ്ങളുടെ പ്രതീക്ഷ തെറ്റായിരുന്നു, നിങ്ങളുടെ പ്രതീക്ഷ ശരിയായ പ്രതീക്ഷയായിരുന്നില്ല. ഇറ്റ് വാസ് നോട്ട് എൻ ഇൻ്റലിജൻറ്റ് എക്സ്പെക്റ്റേഷൻ ദാറ്റ് യു ഹാഡ്. ദെയർഫോർ യു ലാൻഡഡ് ഇൻ ഡിസപ്പോയിൻമെൻറ്റ്. ബുദ്ധിപരമല്ലാത്ത
എന്താണ് എന്താ പറയുക, പ്രതീക്ഷകളായിരുന്നു നമുക്ക്. ബുദ്ധിപരമല്ലാത്ത പ്രതീക്ഷകൾ. ബുദ്ധിപരമായിട്ടുള്ള പ്രതീക്ഷകളിൽ നിന്ന് എപ്പോഴും ഡിസപ്പോയിൻമെൻറ്റ് വരില്ല. ബുദ്ധിഹീനമായിട്ടുള്ള പ്രതീക്ഷകളിൽ നിന്നാണ് ഡിസപ്പോയിൻമെൻറ്റ് വരുന്നത്. കടലിൽ നിന്ന് ഒരു ഔൺസ് വെള്ളം കുടിക്കാനുള്ളത് കിട്ടും എന്ന് ആശിച്ചിട്ട് പോയി കഴിഞ്ഞാൽ അവന് നിരാശയില്ലാണ്ട് ഉണ്ടാവുമോ? നോട്ട് എ ഡ്രോപ്പ് ഓഫ് വാട്ടർ ഫ്രം ദ സീ യു വിൽ ഗെറ്റ് ടു ഡ്രിങ്ക്. ഒരു മരം കൊണ്ടുണ്ടാക്കിയ പശുവിൽ നിന്ന് ഒരു ചെറിയ ഒരു ഔൺസ് പാല് കിട്ടുമോ? ഇവിടുന്ന് കിട്ടാൻ. അപ്പോൾ ഇതൊക്കെ ഈ പ്രതീക്ഷകളൊക്കെ ഇൻ്റലിജൻ്റ് പ്രതീക്ഷയാണ്. ആരാ നിങ്ങളോട് ഈ കടലിൽ നിന്ന് വെള്ളം കുടിക്കാമെന്ന് പ്രതീക്ഷിക്കാൻ പറഞ്ഞ്? ആരാ നിങ്ങളോട് ഈ മരപ്പശുവിൽ നിന്ന് പാല് കിട്ടുന്നു പ്രതീക്ഷിക്കാൻ പറഞ്ഞ്? ആരാ നിങ്ങളോട് ഈ മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന ലോകത്തിന്, ചഞ്ചലമായി കൊണ്ടിരിക്കുന്ന ലോകത്ത് നിന്ന് ശാശ്വതമായിട്ടുള്ള സുഖം കിട്ടുന്ന ആരാ പറഞ്ഞ നിങ്ങളോട്? ആ ബുദ്ധിപരമായിരുന്നു നിങ്ങളുടെ പ്രതീക്ഷകൾ? വാസ് ഇറ്റ് നോട്ട് സ്റ്റുപ്പിഡ്? വിഡ്ഢിതരല്ലേ നമ്മൾ ചെയ്തിരുന്നതൊക്കെ? എന്തൊരു പ്രതീക്ഷയാണ്! അതുകൊണ്ട് ഡിസപ്പോയിൻമെൻറ്റ് വരുന്നു. സോ നിരാശ കംസ്. അപ്പം നമ്മൾ പഠിപ്പിക്കുന്ന പാഠം എന്താ? നിങ്ങളുടെ പ്രതീക്ഷകളൊക്കെ അസ്ഥാനത്താണ്. ഇപ്പോൾ നമ്മൾ വിശ്വസിച്ച് പോരുന്നത് എന്താ? എൻ്റെ കർമ്മത്തിൻ്റെ ഫലമൊക്കെ അതുപോലെ കിട്ടിക്കോളും. നമ്മളാണോ തീരുമാനിക്കണ കർമ്മത്തിൻ്റെ ഫലം എന്താണെന്നുള്ളത്? ഞാൻ ചോദിക്കട്ടെ, നമ്മൾ ചെയ്ത കർമ്മത്തിൻ്റെ ഫലം നമുക്ക് തന്നെ വാങ്ങിക്കാനുള്ള അധികാരം ഉണ്ടെങ്കിൽ ഈ ലോകത്തിൽ ദുഃഖം എന്നൊരു സാധനം ഉണ്ടാവുമോ? പറയൂ. ഞാൻ ഉദ്ദേശിച്ച കർമ്മഫലം എനിക്ക് കിട്ടാനുള്ള പദ്ധതി വ്യവസ്ഥ എൻ്റെ കയ്യിലുണ്ടെങ്കിൽ ഞാൻ പ്രതീക്ഷിച്ചതല്ലാണ്ട് അതിൽ കുറവ് ഞാൻ വല്ലപ്പോഴും മേടിക്കുമോ? പേപ്പറിൽ സെൽഫ് അസസ്മെൻ്റുള്ള പേപ്പറാന്ന് വിചാരിക്കൂ, ഇംഗ്ലീഷോ മാത്സോ ഒക്കെ. 100ന് 100 ഇട്ട് വരില്ലേ ഞാൻ അസസ് ചെയ്യണം വെച്ചാൽ? അപ്പം അങ്ങനെ ഉണ്ടാവുമോ? പക്ഷെ കർമ്മത്തിന് അനുസരിച്ചിട്ടുള്ള ഫലമാണ് കിട്ടുന്നത്. അത് ഭഗവാൻ തരുന്നു പറഞ്ഞാൽ ഭഗവാൻ സംവിധാനം ചെയ്തിട്ടുള്ള ഒരു വ്യവസ്ഥയാണത്. ലോ ഓഫ് കർമ്മ. ആ വ്യവസ്ഥയാണ് നമുക്ക് തരുന്നത്. അവിടെ ഒരു പാർഷ്യാലിറ്റി, പക്ഷപാതമൊന്നുമില്ല. അപ്പം ഞാൻ വിചാരിച്ച പോലെ കാര്യങ്ങൾ നടക്കുന്നു നിങ്ങളോട് ആരാ പ്രതീക്ഷിക്കാൻ പറഞ്ഞത്? ദെയർഫോർ യു ആർ ഡിസപ്പോയിൻറ്റഡ്. അത് കാരണം നിങ്ങൾക്ക് നിരാശ വന്നു. നിരാശ എപ്പോഴാണ് നമുക്ക് വരുന്നത്? സുഖം കിട്ടാത്തത് കൊണ്ട് നിരാശ വരും, സുഖമായിട്ട് ജീവിക്കാൻ പറ്റാത്തത് കൊണ്ട് നിരാശ വരും, ഇല്ലേ? സുഖം കിട്ടാത്തത് കൊണ്ട് നിരാശ വരും. ചിലപ്പോൾ സുഖം കിട്ടിയെന്നും വരും. പലപ്പോഴും നമുക്ക് സുഖം കിട്ടാറില്ല. ഓക്കെ, പോട്ടെ. ഇനി അഥവാ ചിലപ്പോൾ വല്ലവർക്കും ഭാഗ്യവശാൽ ലോട്ടറി അടിച്ച് ഞാൻ വിചാരിക്കുന്ന സുഖം എനിക്ക് കിട്ടിയെന്ന് വിചാരിക്കുക. പക്ഷേ നമുക്കത് ആ കിട്ടിയ സുഖം കൊണ്ട് നമുക്ക് സുഖമായിട്ട് ജീവിക്കാൻ പറ്റില്ല. ധനം ധാരാളമുണ്ട്, ക്രയവിക്രയം ചെയ്യാൻ പറ്റുമോ? ലോക്കറിൽ കോടിക്കണക്കിന് ഉറുപ്പിക എടുത്ത് പുറത്തേക്ക് എടുക്കാൻ പറ്റുമോ? സമൃദ്ധമായിട്ടുള്ള ഭക്ഷണമുണ്ട്, കഴിക്കാൻ പറ്റുമോ? 240, 260 ഷൂട്ടപ്പ് ചെയ്യില്ലേ ഷുഗർ? അപ്പോൾ സുഖമുള്ള വസ്തുക്കൾ കിട്ടിയാലും സുഖമായിട്ട് ജീവിക്കാൻ പറ്റില്ല നമുക്ക്. ആലോചിക്കോ, ചിന്തിക്കോ നിങ്ങൾ? അപ്പോൾ സുഖമായിട്ട് കിട്ടാതിരുന്നാൽ ഒരു ദുഃഖം, സുഖമുള്ള വസ്തുക്കൾ കിട്ടിക്കഴിഞ്ഞാൽ അത് സുഖമായിട്ട് ജീവിക്കാൻ പറ്റാത്തതുകൊണ്ട് വേറൊരു ദുഃഖം. ഒക്കെ അനിത്യങ്ങളല്ലേ സുഖവും അസുഖമൊക്കെ? രണ്ടും നമുക്ക് നിരാശ ഉണ്ടാക്കണതല്ലേ? അപ്പോൾ ദുഃഖത്തിന് കാരണം എന്താ? നിരാശ. നിരാശയ്ക്ക് കാരണം ആശ. ആശയ്ക്ക് കാരണം ഒരു അപൂർണ ഭാവം. അപ്പോൾ സുഖം, ദുഃഖം, ആശ, നിരാശ, വിജയം, പരാജയം, അർത്ഥം, അനർത്ഥം, മാനം, അപമാനം, ഇതൊക്കെ വരും പോവും. നത്തിങ് ഈസ് പെർമനൻറ്റ്. എല്ലാവരും ഗസ്റ്റാണ്. അവരിവിടെ താമസിക്കാൻ വന്നവരൊന്നുമല്ല. അവർ പഴയ കഴിഞ്ഞാൽ അവർ പോവും. ഒന്നുകിൽ എന്താ പറയുക, കൊള്ളം കലക്കിയിട്ട് പോവും, അല്ലെങ്കിൽ നല്ല കാര്യങ്ങൾ ചെയ്തിട്ട് പോവും. അത്രയേ ഉള്ളൂ. അവർ പോകാണ്ടിരിക്കൊന്നുമില്ല. അതുകൊണ്ട്
പൊറുക്കുകവ ഭാരത ത്വം തിദീക്ഷസ്വ ഭാരത എന്നാ പറഞ്ഞിരിക്കുന്നത് അർജുനോട്. നീ അർജുന അത് പൊറുക്ക്. മാത്ര സ്പർശാസ്തു കൗന്ദേയ ശീതോഷ്ണ സുഖദുഃഖത ആഗമാപായിനോ നിത്യ. അത് വരും പോവും. പൊറുക്കുകവ ഭാരത. യു ലിവ് വിത്ത് ഇറ്റ്. കൊറോണ ആർ വി നോട്ട് ലിവിങ് വിത്ത് കൊറോണ? കൊറോണ 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 എന്ന് പറഞ്ഞിട്ട് 5-8 മാസം മുമ്പ് വർത്തമാനം കണ്ടിപ്പോൾ എന്തായി? ഇപ്പോൾ കൊറോണ ഇല്ലാണ്ട് ജീവിക്കാൻ പറ്റില്ല എന്നായില്ലേ നമുക്ക്? പൊറുക്കുക, അല്ലാണ്ട് എന്ത്? വാട്ട് കനോട്ട് ബി ക്യൂർഡ് മസ്റ്റ് ബി എൻഡ്യൂർഡ്. ചികിത്സിക്കാൻ പറ്റാത്ത അനുഭവിക്കല്ലേ പറ്റുള്ളൂ അല്ലേ? അതുകൊണ്ട് ഭഗവാന്റെ അഡ്വൈസ് 2-ാം അധ്യായത്തിലെ സ്ഥിതപ്രജ്ഞ യോഗത്തിലെ ഭഗവാന്റെ അഡ്വൈസ് ഇസ് ദ ടോപ്പ് മോസ്റ്റ് അഡ്വൈസ് ഇൻ ദ വേൾഡ്, ദ മോസ്റ്റ് ഇൻ്റലിജൻറ്റ് അഡ്വൈസ് ഇൻ ദ വേൾഡ്. ദുഃഖേഷു അനുദ്വിഗ്നവന സുഖേഷു വിഗതസ്പൃഹ വീതരാഗ ഭയക്രോധ സ്ഥിതധീർ മുനി ഉച്ചതേ. സ്ഥിതധീർ, ഓ മാൻ ഓഫ് സ്റ്റഡി വിസ്ഡം. അവനാണ് മാൻ ഓഫ് സ്റ്റഡി വിസ്ഡം. മനസ്സിന് ബുദ്ധിക്ക് സ്ഥിരതയുള്ളവൻ, സ്ഥിരബുദ്ധിയുള്ളവൻ അവനാണ്. ആരാ? ദുഃഖേഷു അനുദ്വിഗ്നവന. ദുഃഖം വന്നങ്ങനെ ഈ എന്ന് പറഞ്ഞ് പോവുക. സുഖേഷു വിഗതസ്പൃഹ, ഹാ 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 എന്ന് പറഞ്ഞ് ചാടിത്തുള്ള. വീതരാഗഭയക്രോധ, രാഗം അറ്റാച്ച്മെൻറ്റ്, ക്രോധം ആങ്കർ, വീതരാഗഭയക്രോധ, അതിനൊക്കെ പുറന്തല്ല. നോ അഡ്മിഷൻ പ്ലീസ്. നോട്ട് വിത്ത് മീ, ഓ ബോയ്, ഇങ്ങോട്ട് കളിക്കാൻ വരണ്ട. വീതരാഗ ഭയക്രോധ. അവനാരാ? സ്ഥിതധീർ മുനി ഉച്ചതേ. അവനാണ് മുനി, അവനാണ് സ്ഥിതധീർ. ധീർ എന്ന് വെച്ചെങ്കിൽ ഇൻ്റലിജൻസ്, ബുദ്ധി. സ്ഥിത മീൻസ് സ്റ്റഡി, എ മാൻ ഓഫ് സ്റ്റഡി വിസ്ഡം. സ്ഥിതപ്രജ്ഞൻ അല്ലെങ്കിൽ സ്ഥിരബുദ്ധിയുള്ളവൻ, ഒക്കെയാണ് അതിൻ്റെ അർത്ഥം. ദുഃഖത്തിൽ ഉൾനെടുങ്ങാത്വൻ. തർജ്ജമ കണ്ടോ? ദുഃഖേഷു അനുദ്വിഗ്നവന. ദുഃഖത്തിൽ ഉൾനെടുങ്ങാത്വൻ. ഉരുന്നെടുക്കൂല അവന്. പാലം കുലുങ്ങിയാലൊന്നും കള്ളം കുലുങ്ങില്ല. ദുഃഖേഷു അനുദ്വിഗ്നവന സുഖേഷു വിഗതസ്പൃഹ. സുഖത്തിൽ കൊതിയറ്റവൻ. എനിക്ക് സുഖത്തിലല്ല മാഷ ആവശ്യം, അത് കുറച്ച് നേരം നിൽക്കുക, അത് കഴിഞ്ഞാൽ പോവും. ഞാൻ വൈ ഷുഡ് ഐ ബോദർ അബൌട്ട് ഇറ്റ്? ഐ ഹാവ് ഗ്രേറ്റർ സുഖം ഇൻസൈഡ്. പിന്നെ വൈ ഷുഡ് ഐ വറി അബൌട്ട് ദിസ് ഔട്ട്സൈഡ് സുഖം? സുഖേഷു വിഗതസ്പൃഹ. സുഖത്തിൽ കൊതിയറ്റവൻ. വീതരാഗഭയക്രോധ. രാഗദ്വേഷഭയം വിട്ടൻ. സ്ഥിതധിർ മുനിരുച്ചതേ. സ്ഥിരധിർ മുനിയാണവൻ. മുനി എന്ന് പറയുന്നത്. അതുകൊണ്ട് ഭഗവാൻ അനിർവിണ്ണനാണ്, അൺകൺസേൺഡ്, unaffected by the pendulating feelings of joy and sorrow, pleasure and pain, ദ്വന്ദ്വാസ് എന്ന് പറയുന്നതിനെ ഒന്നും അദ്ദേഹത്തിനെ ബാധിക്കുന്നില്ല. അനിർവിണ്ണൻ. രാഗദ്വേഷമില്ലെങ്കിൽ പിന്നെ ഒന്നും ബാധിക്കില്ല. മനസ്സിലായില്ലേ? അടുത്ത നാമം സ്തവിഷ്ട, 436. സ്തവിഷ്ട. ഇതേ നാമം നമ്മൾ മുമ്പ് കണ്ടിട്ടുണ്ട് കേട്ടോ. വിശ്വകർമ്മ മനുസ്തുഷ്ട സ്തവിഷ്ട സ്തവിരോ ധ്രുവ. മറന്നിട്ടില്ലെങ്കിൽ ഓർമ്മിക്കാം. മറക്കാണ്ടിരുന്നാൽ മാത്രം പോരെ, ഓർമ്മിക്കും വേണേ. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറയാൻ കാരണം. അവിടെ നമ്മൾ പറഞ്ഞു സ്തവിഷ്ട എന്ന് വെച്ചാൽ എന്താ അർത്ഥം എന്ന്. അതിശയകരമായ വലിപ്പമുള്ളവൻ എന്നർത്ഥം. വിശാലമായിട്ടുള്ളവൻ, വിരാട് സ്വരൂപൻ. വിശ്വരൂപ ദർശനത്തിൽ അർജുനൻ എല്ലാ ദിക്കുകളും, സ്വർഗം, ഭൂമി, അന്തരീക്ഷം എന്നിവിടങ്ങളിലെല്ലാം വ്യാപിച്ച് 3 ലോകങ്ങളും കടന്നു നിൽക്കുന്ന അത്യുജ്വലമായ രൂപത്തെ ഭയത്തോടെ നോക്കിയിട്ട് എന്താ പറഞ്ഞേ? ലോകത്രയം പൃഥ്വിതം മഹാത്മൻ. നെടുങ്ങുന്നു 3 ലോകം മഹാത്മൻ. ഭഗവാനെ,
മൂന്ന് ലോകവും കിടന്ന് വിറയ്ക്കാണ് ഈ രൂപം കണ്ടിട്ട്. ഈ സ്ഥവിഷ്ടമായിട്ടുള്ള രൂപം കണ്ടിട്ട്, വിശ്വരൂപം കണ്ടിട്ട്, വിശാലമായ രൂപം കണ്ടിട്ട് പീപ്പിൾ ആർ സിംപ്ലി എന്താ പറയുക, എഗാസ്റ്റ്. സിംപ്ലി എഗാസ്റ്റ്. ദിവ്യാ പൃഥിവ്യോ രിതമന്തരം ഹി വ്യാപ്തം ത്വയൈകേന നിശിശ്ച സർവ ദൃഷ്ട്വാ അത്ഭുതം രൂപമിതം തവാഗ്രം ലോകത്രയം പ്രവ്യതിഥം മഹാത്മാൻ. 11-ാം അധ്യായത്തിൽ ഭൂവാകാശങ്ങൾക്കെഴും അന്തരം നീ, ഭൂവിൻ്റെയും ആകാശത്തിൻ്റെയും ഉള്ളിൽ കിടന്ന് കളിക്കണം നീ. അന്തരം നീ എനിക്കറിഞ്ഞിടത്തോളം. ബിയോണ്ട് ഭൂമി ഓൾസോ യു ആർ ഗോയിങ്. അതെനിക്ക് കാണാൻ പറ്റില്ല. ദിക്കെങ്ങുമേ വ്യാപ്തനായിട്ടു നിൽപ്പൂ. എല്ലാ ദിക്കുകളിലും, അഷ്ടദിക്കുകളിലും നീ വ്യാപ്തനായിട്ട് നിൽക്കുകയാണ്. നോ പ്ലേസ് വേർ യു ആർ നോട്ട്. ഈ നിന്റെ യുഗ്ര അത്ഭുത ദീപ്ത കണ്ടു. എൻ്റെ അത്ഭുതമായിട്ടുള്ള ഈ ദീപ്തി കണ്ടിട്ട് നെടുങ്ങുന്നു മൂന്നു ലോകം മഹാത്മൻ. ഭഗവാനെ, മൂന്ന് ലോകം കിടന്ന് വിറയ്ക്കാണ്. അടിവസ്ത്രം നനയനുണ്ടോ എന്ന് സംശയമുണ്ട് അല്ലേ? എന്താ നോക്കൂ, അതാണ് സ്ഥവിഷ്ട. വെറുതെ അല്ല സ്ഥവിഷ്ട എന്നുള്ള പേര് വന്നത്. അപ്പം എല്ലാ ഭൂതങ്ങളുടെയും അന്തരാത്മാവാകുന്ന മഹാവിഷ്ണുവിനെ വർണ്ണിക്കുന്നത് ഇങ്ങനെയാണ്. അതുകൊണ്ടാണ് സ്ഥവിഷ്ട എന്ന് പറയാൻ കാരണം. ശിരസ് ഭൂലോകം, കണ്ണുകൾ സൂര്യചന്ദ്രന്മാർ, ചെവി എന്താ പറയുക ദിക്കുകൾ, വാക്ക് വേദങ്ങൾ, പ്രാണൻ വായു, ഹൃദയം ഈ ജഗത്ത്, പാദങ്ങളിൽ നിന്ന് ഭൂമി ഉത്ഭവിക്കുക. ഭഗവാന്റെ പാദങ്ങളിൽ നിന്നാണ് ഭൂമി ഉത്ഭവിച്ചിട്ടുള്ളത്. ഉപനിഷത്തിലെ വാക്യങ്ങളാണ്. നമ്മൾ കണ്ടിട്ടുള്ളതാണ്. മുണ്ടകോപനിഷത്തിലെ വാക്കുകളാണത് ഞാനീ പറയുന്നത്. അതുകൊണ്ട് ഭഗവാന്റെ വ്യാപ്തി അളക്കാൻ നമുക്ക് പറ്റില്ല. വാമനൻ്റെ വളർച്ചയും ഭാഗവതത്തിൽ വർണ്ണിക്കുന്നത് ഇങ്ങനെ തന്നെയാണ്. ശിരസ് ഭൂലോകമാണ്, ഭൂലോകത്താണ് ശിരസ് കിടക്കണം. കണ്ണുകൾ സൂര്യചന്ദ്രന്മാരുടെ ലെവലിലാണ് നിൽക്കണം. അപ്പോൾ ആളുടെ ഉയർച്ച നോക്കൂ. നമ്മുടെ കണ്ണ് എവിടെയാണ്? നമ്മുടെ കണ്ണ് എവിടെയാണ്? നേരെ മറ്റവൻ്റെ പോക്കറ്റിലേക്ക്. അത് കഴിഞ്ഞിട്ട് പോകാൻ പറ്റില്ലല്ലോ. അവൻ്റെ തലയിൽ നമ്മുടെ കണ്ണ് പോവില്ല, അവൻ്റെ പോക്കറ്റിൽ നമ്മുടെ കണ്ണ് പോവും. ആ ലെവലിൽ ആ പോക്കറ്റിൽ തുന്നിക്കേണ്ട ഷർട്ടിനൊക്കെ. ഭഗവാന്റെ മുഖം അങ്ങനെയല്ല. ഭഗവാന്റെ സൂര്യചന്ദ്രന്മാരാണ് ഭഗവാന്റെ കണ്ണുകൾ. എവിടെ ലെവലെത്തി നോക്കൂ. ഭഗവാന്റെ രൂപം ആലോചിച്ച് നോക്കൂ. ഭഗവാന്റെ കണ്ണുകൾ സൂര്യനും ചന്ദ്രനെയും കാണാനുള്ള ലെവലിലാണെങ്കിൽ ഭഗവാന്റെ രൂപം ഒന്ന് ആലോചിച്ച് നോക്കൂ. ചെവി ദിക്കുകൾ, ഹോൾ ക്വാർട്ടേഴ്സ് ആർ ഹിസ് ഇയേഴ്സ്. ജഗത്ത് മുഴുവൻ ഹൃദയം. കാരണം അതിലാണോ വ്യാപിച്ച് കിടക്കുന്നത് ഭഗവാൻ. ഇതിൻ്റെ പിന്നിൽ വളരെ ശാസ്ത്രീയമായിട്ടുള്ളൊരു വ്യാകരണമുണ്ട്, സയൻറ്റിഫിക്കായിട്ട്. അതോട്ടിരിക്കട്ടെ, നമുക്കതൊക്കെ അകലിക്കൊന്ന് പിന്നെ കിടക്കാം. ആസിറ്റീസ് ആ വർണ്ണനയൊന്ന് നോക്കൂ. ഭൂമി ഉത്ഭവിച്ചു എന്ന് പറയുന്നത് ഭഗവാന്റെ പാദങ്ങളിൽ നിന്നാണ്. അങ്ങനെയാണ് വാമനൻ്റെ വളർച്ചയും നമ്മൾ ഭാഗവതത്തിൽ കാണുക. അതന്നെ ഉപനിഷത്തുകളിലും പറഞ്ഞിരിക്കുന്നത്. അതന്നെ ഇപ്പോൾ ഭഗവത്ഗീതയിലും പറഞ്ഞത്. അപ്പോൾ സ്ഥവിഷ്ട, വിസ്താരപ്പെട്ടവൻ അർത്ഥം. ഓക്കെ. 437 സ്ഥവിഷ്ട അഭൂ എന്നാണ് കേട്ടോ. ആ വാക്ക് അവിടെ ഒന്ന് ആലോചിച്ചിട്ട് വേണേ കൈകാര്യം ചെയ്യാൻ. അനിർവിണ്ണ സ്ഥവിഷ്ടോ വായിക്കുമ്പോൾ നമ്മൾ അനിർവിണ്ണ സ്ഥവിഷ്ടോ ഭൂർധർമ്മയൂപോ മഹാമക എന്ന് പറയും. പക്ഷേ അനിർവിണ്ണ സ്ഥവിഷ്ടോ അഭൂർധർമ്മയൂപോ മഹാമക അവിടെ ചെല്ലുമ്പോൾ ഒരു രസക്കേട് തോന്നും. അതുകൊണ്ടാണ് നമ്മൾ അനിർവണ്ണ സ്ഥവിഷ്ടോ അഭൂർധർമ്മയൂപോ മഹാമക. അപ്പോൾ അഭൂ എന്നാണ് അർത്ഥം വാക്കിൻ്റെ വാക്ക്. അപ്പോൾ ചെല്ലുമ്പോൾ പത്മനാഭമരപ്രഭു എന്ന് പറഞ്ഞ പോലെ അഭൂ എന്നുണ്ട് അവിടെ. അതൊന്ന് ശ്രദ്ധിക്കുക. അഭൂ എന്ന് വെച്ചാൽ ജനനമില്ലാത്തവൻ, ജനനം ഇല്ലാതെ ആക്കുന്നവൻ. ഇതൊക്കെ അഭൂ എന്നുള്ള വാക്കിൻ്റെ അർത്ഥമാണ്. അജ എന്ന നാമം നമ്മൾ മുമ്പ് കണ്ടതല്ലേ, അജ. അതന്നെ, ജനനമില്ലാത്തവൻ. ന ജാതോ ന ജനിഷ്യത, വേദം പറയണതാണ്. അതിൻ്റെ മുകളിൽ ഇനി അപ്പീലില്ല.
ന ജാതോ ന ജനിഷ്യത, ജനിച്ചിട്ടില്ല, ജനിക്കില്ല ഇനി. അജോ നിത്യ ശാശ്വതോയം പുരാണോ, കഠോപനിഷത്ത്. അപ്പോൾ ജീവികൾക്ക് ജന്മമില്ലാതെ ആക്കി തീർക്കുന്നതും ഭഗവാൻ തന്നെയാണ്. എങ്ങനെ? മോക്ഷപ്രാപ്തിയിലൂടെ. മോക്ഷം കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നോ ജനനം, നോ ജനനം നോ മരണം, ആ പ്രക്രിയയില്ല അല്ലേ? പാല് കിട്ടിയാൽ മതി എന്ന് വിചാരിച്ചിട്ട് ഗോപാലൻ്റെ പിന്നാലെ പോയപ്പോൾ അയാൾ മഹാസമർത്ഥൻ പാല് തന്നില്ലെങ്കിലും അമ്മയുടെ മുലപ്പാൽ നിർത്തി. അവനും കയ്യിൽ പാല് കൊടുത്തില്ല എന്നല്ല, കയ്യിലുള്ള പാല് കൊടുത്തില്ല എന്നല്ല, പിന്നീട് കിട്ടാവുന്ന അമ്മയുടെ മുലപ്പാലും കൂടി നിർത്തി. മീനിങ് വാട്ട്? ഭഗവാന്റെ പിന്നാലെ പോയി കഴിഞ്ഞാൽ, മോക്ഷം സിദ്ധിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇനി ജന്മം ഉണ്ടാവില്ല, അമ്മയുടെ മുലപ്പാൽ കുടിക്കേണ്ടി വരില്ല എന്നർത്ഥം. അങ്ങനെയുണ്ട് കവിയുടെ ദീർഘവീക്ഷണം. ഗോപാലനെന്നോർത്തു മുകുന്ദ നിന്നെ പാലിന്നു മോഹിച്ചു ഭജിച്ചു ഞാനും, നീയോ സമർത്ഥൻ പുനരന്നു തൊട്ട് തായാർ മുലപ്പാലും അലഭ്യമാക്കി. അപ്പോൾ ജനിക്കാത്തവൻ ജനനം ഇല്ലാതെയാക്കുന്നവൻ, രണ്ട് അദ്ദേഹം തന്നെയാണ്. സഹസ്രനാമം ലളിതയിലും ഇത് പറയുന്നുണ്ട് കേട്ടോ. അജ എന്നുള്ള നാമുണ്ട്. അജ ക്ഷയവിനിർമുക്ത മുഗ്ധ ക്ഷിപ്രപ്രസാദിനി. അജ ദേവിയെക്കുറിച്ചും പറയുന്നുണ്ട്, അജ. അപ്പോൾ അതുകൊണ്ട് ഭഗവാൻ ജനനമില്ലാത്തവൻ, മരണമില്ലാത്തവൻ, മാറ്റമില്ലാത്തവൻ, ഇതൊക്കെയാണ് ഭഗവാന്റെ നിർവചനങ്ങൾ. ജനനം ഇല്ലാതെയാക്കി തീർക്കുന്നവനും. ആർക്ക്? നമ്മളെ പോലെയുള്ളവർക്ക്. വേണമെങ്കിൽ കൂടെ പോവാം, അല്ല ചളിക്കുണ്ടും യന്ത്രഊഞ്ഞാലും ആണ് ഉദ്ദേശം എന്നുണ്ടെങ്കിൽ ഇവിടെ നിൽക്കാം, ഇഷ്ടമുള്ള വഴിക്ക് പോവാം, അങ്ങോട്ടും പോവാം അങ്ങോട്ടും പോവാം. കാറ്റ് ഓൺ ദ വാൾ, എങ്ങടെ ചാടേണ്ട വെച്ചാൽ ചാടിക്കോളൂ. മനസ്സിലായോ? അടുത്ത് 438 ധർമ്മയൂപ. ധർമ്മങ്ങളുടെ യൂപമായിരിക്കുന്നവൻ എന്നർത്ഥം. ഇതൊരു വേദിക് വാക്കാണത്, ധർമ്മയൂപ. ഈ യജ്ഞത്തിൽ പശുക്കളെ ബന്ധിക്കുന്നൊരു സ്തംഭത്തിൻ്റെ പേരാണ് യൂപം. പശുക്കളെ കെട്ടിടുന്ന, യാഗശാലയിൽ പശുക്കളുണ്ടാവില്ല, ആ പശുക്കളെ കെട്ടിടുന്ന സ്തംഭത്തിൻ്റെ പേരാണ് യൂപം. ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? അദ്ദേഹം വിഷ്ണു സഹസ്രനാമത്തിൽ ഭഗവാൻ ആരാന്നാ പറഞ്ഞിരിക്കുന്നത്? ധർമ്മയൂപ, ധർമ്മത്തിനെ കെട്ടിടുന്ന സ്ഥലം. യോ, ധർമ്മത്തിനെ കെട്ടിയിട്, അതല്ല അതിൻ്റെ അർത്ഥം. ധർമ്മത്തിനെ സറണ്ടർ ചെയ്യുന്ന സ്ഥലം എന്നർത്ഥം. ധർമ്മത്തിനെ നമ്മൾ ഓഫർ ചെയ്യുന്ന സ്ഥലം. എല്ലാ ധർമ്മങ്ങളും ഭഗവാനിൽ ബന്ധിക്കപ്പെട്ടതിനാൽ ധർമ്മയൂപൻ. ഭഗവാനിൽ കവിഞ്ഞ് അപ്പുറത്തൊരു ധർമ്മമുണ്ടോ? ധർമ്മങ്ങളിൽ വെച്ച് ഏറ്റവും വലിയ ധർമ്മം എന്താ? ഭഗവാൻ തന്നെയല്ലേ. അപ്പോൾ നമ്മളെ ധർമ്മം നമ്മൾ എവിടെയാ കൊണ്ട് സമർപ്പിക്കുന്നത്? ഭഗവാനിലല്ലേ. അതുകൊണ്ട് അങ്ങനെ ഒരു മെറ്റഫോർ ഉപയോഗിച്ചിട്ട് ധർമ്മയൂപ എന്ന് പറഞ്ഞു എന്നർത്ഥം. ഭഗവത്ഗീതയിൽ അവസാനത്തെ, ഏതാണ്ട് അവസാനം 66-ാമത്തെ ശ്ലോകം, 18-ാം അധ്യായത്തിൽ 66-ാമത്തെ, ഏതാണ്ട് ഫാഗ് എൻഡാണ്. അത് കഴിഞ്ഞിട്ട് വലിയ ഡിസ്കഷനൊന്നുമില്ല. ഒരു ശ്ലോകം ഉണ്ട് അതിൽ, അത് ലോകപ്രസിദ്ധമായിട്ടുള്ള ശ്ലോകമാണ്. ശങ്കരാചാര്യർ അതിന് 4-5 പേജ് ഭാഷ എഴുതിയിട്ടുണ്ട് ആ ഒരൊറ്റ ശ്ലോകത്തിന്. ഇത്രയും അധികം വോള്യൂം ഭാഷ്യങ്ങൾ ആ ശ്ലോകത്തിന്. ശ്ലോകം മാത്രമല്ല, ആ ശ്ലോകത്തിനേക്കാൾ പ്രധാനം ആ ശ്ലോകത്തിൻ്റെ അവസാനത്തെ ഒരു വാക്കിനാണ്. അത് ഞാൻ പറയാം, നമുക്ക് അങ്ങോട്ട് വരാം. അതിൻ്റെ മുകളിൽ ആസ്പദമാക്കിയിട്ടാണ് മാക്സിമം കമൻട്രി ഏത് പുസ്തകത്തിലും ഏത് വ്യാഖ്യാതാവും എഴുതിയിരിക്കുന്നത്. എന്താ പറയുക, ഭഗവത്ഗീതയിലെ ഈ ശ്ലോകത്തിനാണ്. കർമ്മണ്യേവാധികാരസ്ഥ എന്നുള്ളതിനൊക്കെ വ്യാഖ്യാനങ്ങൾ ഉണ്ടെങ്കിലും ഈ ഇതിനുള്ള വ്യാഖ്യാനം, ഈ ശ്ലോകത്തിനുള്ള വ്യാഖ്യാനം അത്ര ആ വോള്യൂം, ആ ഗാംഭീര്യം വേറൊരു ശ്ലോകത്തിനും കിട്ടിയിട്ടില്ല. കാരണം ഇത് അത്രയ്ക്ക്, ഇതതിൻ്റെ ഭഗവത്ഗീതയുടെ അങ്ങേയറ്റത്തെ തിലകമാണെന്നാണ് പറയുന്നത്. ശിരസ്സിലിരിക്കുന്ന ശ്ലോകമാണ്. എല്ലാ ധർമ്മങ്ങളോടും എന്നോട് എന്നെ ബന്ധിപ്പിക്കുക, എന്നിൽ അർപ്പിക്കുക, ഞാനാകുന്ന യൂപത്തിൽ അത് കെട്ടുക.
ആണോ ധർമ്മയൂപ, അതിൽ കൊണ്ട് കെട്ടിയാൽ മതി. എനിക്കിപ്പോൾ ഇതെല്ലാം കൂടി കൈ പിടിക്കാൻ ബുദ്ധിമുട്ടാണ്. നിങ്ങൾ കാര്യം ചെയ്യും, എല്ലാം കൂടി അവിടെ കെട്ടിട്ടോ എന്ന് പറയില്ലേ നമ്മൾ. ലോകത്തിലുള്ള എല്ലാവരെയും ധർമ്മം കയ്യിൽ പിടിക്കാൻ പറ്റും. ഭഗവാൻ എത്ര കൈയുണ്ടെങ്കിൽ എന്താ, അവിടെ വയ്ക്കൂ, അവിടെ വെച്ചോളൂ. ആ യൂപത്തിൻ്റെ മുകളിൽ കെട്ടിയിട്ടുള്ളൂ, ഇങ്ങോട്ട് പോവില്ല അത് എന്ന് പറയണ പോലെ യൂപ, ധർമ്മയൂപ. ആ ശ്ലോകം എന്താ? സർവധർമാൻ പരിത്യജ്യ. ശ്രദ്ധിച്ച് കേൾക്കുക, സംസ്കൃതം എന്ന് പേടിച്ചോടണ്ട. ഇതിൻ്റെ അർത്ഥം വളരെ ലളിതമാണ്. ഇത്രയും ലളിതമായിട്ടുള്ളൊരു ശ്ലോകം ഭഗവത്ഗീതയിലില്ല. സർവധർമാൻ പരിത്യജ്യ മാമേകം ശരണം വ്രജ അഹം ത്വാ സർവപാപേഭ്യോ മോക്ഷയിഷ്യാമി മാ ശുചാ. 18-ാം അധ്യായം 66-ാമത്തെ ശ്ലോകം. സർവധർമാൻ, എല്ലാ ധർമ്മങ്ങളും. നിനക്ക് പല ധർമ്മങ്ങളുണ്ട്. പുത്രധർമ്മം, മാതൃധർമ്മം, ഭ്രാതൃധർമ്മം, സഹോദരി ധർമ്മം, സഹോദരധർമ്മം, ഇല്ലേ, ബിസിനസ് ധർമ്മം, കള്ളക്കടത്ത് ധർമ്മം, പല ധർമ്മങ്ങൾ നിനക്കുണ്ട്. യു ആർ എ ബണ്ടിൽ ഓഫ് ധർമാസ്. ഇതിനൊക്കെയും പുറമെ മനുഷ്യധർമ്മം, ഇല്ലേ, അങ്ങനെയുള്ള എല്ലാ ധർമ്മങ്ങളും. സർവധർമാൻ, ഡോണ്ട് ലീവ് ഔട്ട് എനിത്തിങ്. പരിത്യജ്യ, സാക്രിഫൈസ്, ത്യാഗം ചെയ്യുക. സറണ്ടർ, കറക്റ്റ് വേർഡ്, സറണ്ടർ. സർവധർമാൻ പരിത്യജ്യ, സറണ്ടർ ഓൾ യുവർ ധർമാസ്. വേർ മാമേക, ഇൻ മീ അലോൺ, ഇൻ മൈ യൂബ അലോൺ. ഇൻ മീ മീൻസ് ഞാൻ അവിടെ കാണിച്ചു തന്നിട്ടുള്ള ഡെസിഗ്നേറ്റഡ് പ്ലേസ്. ഞാൻ നിർദ്ദിഷ്ടമായി നിർദ്ദേശിച്ചിട്ടുള്ള ആ സ്ഥലത്ത്. ഏതാ സ്ഥലം? ഈ യൂബ, അവിടെ കൊണ്ടുവയ്ക്കുക. മാമേകം ശരണം വ്രജ, എന്നെ ശരണം പ്രാപിക്കുക. എന്നിട്ട് സറണ്ടർ ടു മീ, സറണ്ടർ ഇൻ മീ, സറണ്ടർ ഇൻ മൈ യൂബ, ഓൾ യുവർ ധർമാസ്. യു ആർ നോബഡി ദെൻ. നമ്മളുടെ എല്ലാ ധർമ്മങ്ങളും നമ്മളിൽ നിന്നുകൊണ്ട് മാറ്റി കഴിഞ്ഞാൽ വി ആർ എ ബിഗ് സീറോ ഓർ ഹീറോ. അതർവൈസ് പോസിറ്റീവായിട്ട് നോക്കുകയാണെങ്കിൽ ഹീറോ, നെഗറ്റീവായിട്ട് നോക്കുകയാണെങ്കിൽ സീറോ. ആൻഡ് സീറോ ഈസ് ഇൻഫിനിറ്റ്. സർവധർമാൻ പരിത്യജ്യ മാമേകം ശരണം വ്രജ. ദെൻ വാട്ട് ഹാപ്പൻസ്? അഹം ത്വാ സർവപാപേഭ്യോ. വാട്ട് ഫോളോസ് ഫ്രം ദർ? നിങ്ങൾ എല്ലാ ധർമ്മങ്ങളും, നിൻ്റെ ധർമ്മങ്ങളും എന്നിൽ ത്യാഗം ചെയ്ത്, എന്നിൽ അർപ്പണഭാവത്തോടു കൂടി നീ എനിക്ക് ത്യജിച്ചു കഴിഞ്ഞാൽ, സമർപ്പിച്ചു കഴിഞ്ഞാൽ, അഹം ത്വാ സർവപാപേഭ്യോ, ഞാൻ നിൻ്റെ പാപങ്ങളിൽ നിന്നും, സർവപാപേഭ്യോ, എല്ലാ പാപങ്ങളിൽ നിന്നും. മനസ്സിലായോ? എവിടെ അത്? സംസ്കൃതമാണോ മലയാളമാണോ? ഒന്ന് പറയൂ. സർവധർമാൻ, മനസ്സിലായില്ലേ? പരിത്യജിക്കുക. മാമേകം, എന്നെ മാത്രം. ശരണാഗതി. വ്രജ, അത് മാത്രമേ സംസ്കൃത വാക്കുള്ളൂ. വ്രജ മീൻസ് പ്രാപിക്കുക. വ്രജേത്, പരിവ്രജ എന്നൊക്കെ പറയില്ലേ, പ്രാപിക്കുക. അങ്ങനെ ചെയ്താലോ? അഹം, ഞാൻ, ത്വാം, നിൻ്റെ, സർവപാപേഭ്യോ, ഓൾ യുവർ സിൻസ്, നിൻ്റെ എല്ലാ പാപങ്ങളും എന്താ ചെയ്യുക? മോക്ഷയിഷ്യാമി, ലിബറേറ്റഡ് ഫ്രം, അതിൽ നിന്നെല്ലാം നിനക്ക് മോക്ഷം തരും ഞാൻ. നിൻ്റെ എല്ലാ ധർമ്മങ്ങളിൽ നിന്നും നിനക്ക് മോക്ഷം തരും. നോ മോർ ഡ്യൂട്ടീസ് യു വിൽ ഹാവ്. എന്തൊരവസ്ഥയാ അല്ലേ? എന്തൊരവസ്ഥയാ. ശ്ലോകത്തിൻ്റെ അർത്ഥം ഇവിടെ കഴിഞ്ഞില്ലേ? സർവധർമാൻ പരിത്യജ്യ, എല്ലാ ധർമ്മങ്ങളും പരിത്യജിച്ചിട്ട് എന്നിൽ മാത്രം ശരണം പ്രാപിച്ച് അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ, അഹം ത്വാ സർവപാപേഭ്യോ, നിൻ്റെ പാപങ്ങളിൽ നിന്നെല്ലാം നിന്നെ ഞാൻ മോക്ഷമാക്കി വിടുന്നു. പെറോൾ, പെർമനൻ്റ് പെറോളല്ല, റിലീസ് ഫ്രം ദ ജയിൽ ഓഫ് ധർമാസ്. അതെല്ലാം നിന്നെ എന്നിൽ സമർപ്പിക്കുക. ആ കാര്യങ്ങളൊക്കെ ഞാൻ നോക്കിക്കോളാം, നീ പേടിക്കണ്ട.
ഞാൻ എന്നോട് മുമ്പേ പറഞ്ഞിട്ടുണ്ട്, അനന്യശ്ചിന്തയന്തോമം യേ ജനാം പര്യുപാസത്തെ തേഷാം നിത്യാഭിയുക്താനാം യോഗക്ഷേമം വഹാൻ. എൻ്റെ യോഗക്ഷേമങ്ങളൊക്കെ ഞാൻ നോക്കിക്കൊള്ളാം. യു ഡോണ്ട് വറി അബൌട്ട് യുവർ വൈഫ്, ചിൽഡ്രൻ, ബ്രദേഴ്സ്, സിസ്റ്റേഴ്സ്, ഫ്രണ്ട്സ്. യു ഡോണ്ട് വറി, ഐ വിൽ ടേക്ക് കെയർ ഓൾ ഓഫ് ദം. യു ടേക്ക് കെയർ ഓഫ് യുവർ സെൽഫ് ഫസ്റ്റ്. അപ്പോൾ നിൻ്റെ ധർമ്മങ്ങളെല്ലാം എന്നിൽ പരിത്യജിക്കുക. ഈ രൂപത്തിൻ്റെ മുകളിൽ കൊണ്ട് കെട്ടിക്കഴിഞ്ഞാൽ യു ആർ റിലീവ്ഡ് ഫ്രം ഓൾ യുവർ സിൻസ് ധർമാസ്. മോക്ഷയിക്ഷ്യാമി അർത്ഥം കഴിഞ്ഞില്ലേ? ഒരു വാക്കും കൂടി ഉണ്ട് അവിടെ, മാ ശുച. ഇതൊക്കെ പുറത്ത് പറഞ്ഞു കഴിഞ്ഞിട്ട് അർജുൻ്റെ പുറത്തൊരു തട്ട് തട്ടിയിട്ട് നമ്മൾ ഭഗവാൻ പറയണം, മാ ശുച, പേടിക്കണ്ട കേട്ടറാ, വ്യസനിക്കണ്ട, മോള് കുട്ടി വ്യസനിക്കണ്ട കേട്ടോ. തട്ട് തമ്പുരാൻ്റെ തർജ്ജമ കേൾക്കണ്ട. എൻ്റെ സർവധർമാൻ പരിത്യജ്യ മാമേകം ശരണം വ്രജ അഹം ത്വാ സർവപാപേഭ്യോ മോക്ഷയിക്ഷ്യാമി മാ ശുച. സർവധർമ്മങ്ങൾ വിട്ടെന്നെ തന്നെ ശരണമേൽക്കു നീ. സർവധർമ്മങ്ങൾ വിട്ടെന്നെ തന്നെ ശരണമേൽക്ക നീ. എന്നിൽ തന്നെ ശരണമേൽക്ക നീ, പ്രാപിക്ക നീ. സർവധർമ്മങ്ങളും വിട്ടിട്ട് നിൻ പാപമെല്ലാം ഞാൻ തീർത്ത് കൊള്ളുവൻ. നിൻ പാപമെല്ലാം ഞാൻ തീർത്തു കൊള്ളുവൻ. നിൻ്റെ പാപങ്ങളൊക്കെ ഞാൻ തീർത്തോളാം. മാഴിടണ്ടടോ, ദുഃഖിക്കണ്ട കുട്ടിയെ, ഡോണ്ട് ഗ്രീവ്. അത് ഒരു ആഫ്റ്റർ തോട്ടാണ്, പുറത്ത് തട്ടിയിട്ട്. ശ്ലോകത്തിനും ഇതുമായിട്ട് യാതൊരു ബന്ധവുമില്ല. ശ്ലോകം അതോടുകൂടി മോക്ഷയിക്ഷ്യാമി എന്ന് പറഞ്ഞിട്ട് അവിടെ കഴിഞ്ഞു, അർത്ഥം കഴിഞ്ഞു. അവിടെ ആലോചിച്ച് നോക്കൂ, നിങ്ങൾ ആ ശ്ലോകം ഒന്ന് എടുത്ത് വായിച്ചു നോക്കൂ കേട്ടോ. 18-ാം അധ്യായത്തിൽ 66-ാമത്തെ ശ്ലോകം. ഈ അവസാനത്തെ ഒരു വാക്ക് മാ ശുച എന്നില്ല എന്നുണ്ടെങ്കിൽ ആ ശ്ലോകത്തിന് നിലനിൽപ്പില്ലേ എന്നൊന്ന് നോക്കൂ. ആ ശ്ലോകത്തിന് 100% നിലനിൽപ്പുണ്ട്. ഈ മാ ശുച എന്നുള്ളൊരു എഡിഷനാണ്, ഒരു എക്സ്ട്രാ ഒരു എന്താ പറയുക, ഭഗവാനിൽ നിന്നൊരു ഗ്യാരണ്ടിയാണത്, ഒരു അഡ്വൈസാണ്. എല്ലാ കാര്യങ്ങളൊക്കെ പറഞ്ഞു കണ്ടിട്ടേ കുട്ടികളോട് പറയില്ലേ, സ്കൂളിലേക്ക് പോകാൻ മടിച്ച് നിൽക്കുന്ന കുട്ടികളോട് സ്കൂളിൽ പോടാ, അങ്ങനെ ചെയ്യടാ, അങ്ങനെ ചെയ്യടാക്കെ തൊട്ടിട്ട് കാര്യങ്ങളൊക്കെ പറയും. ചോക്ലേറ്റ് മേടിച്ചു തരാം, ഐസ്ക്രീം മേടിച്ചു തരാം, മിഠായി മേടിച്ചു തരാം എന്നൊക്കെ പറഞ്ഞ് അവസാനം കുട്ടി ഒരു വിധം കണ്ട് സമ്മതിച്ച് പോണ പോക്കിൽ എന്താ ചെയ്യുക, അമ്മ കുട്ടിയുടെ പുറത്ത് കെട്ടിയിട്ട് അപ്പോൾ പറഞ്ഞ പോലെ ഏട്ടോ മോനെ പേടിക്കണ്ട കേട്ടോ എന്ന് പറയില്ലേ, അതേ തന്നെ മോക്ഷയിക്ഷ്യാമി മാ ശുച, ദുഃഖിക്കണ്ട, നെവർ ഗ്രീവ്. അത് ഭഗവാന്റെ പോളിസി അല്ല ദുഃഖിക്കൽ, ഇറ്റ് ഈസ് അഗെയിൻസ്റ്റ് ഹിം. അതുകൊണ്ടാണ് ഭഗവാൻ എടുത്തെടുത്ത് പറയണത്. മാത്രമല്ല, ഒരു ഭഗവാന്റെ ദുഃഖം കേൾക്കാനുള്ള കഴിവ് ഭഗവാനില്ല. ഭഗവാൻ എന്തോ മലമറയ്ക്കണ ഗുണങ്ങളുണ്ടായിക്കോട്ടെ, ഒരു കാര്യം മാത്രം ഭഗവാന് പറ്റില്ല, ഗുരുവായൂരപ്പനേ പറ്റില്ല. എന്ത്? ഭക്തന്മാരുടെ ദുഃഖം കാണാനുള്ള കഴിവ് ഭഗവാനില്ല. ദാറ്റ് ഈസ് ഹിസ് ബിഗ്ഗസ്റ്റ് വീക്ക്നെസ് എന്ന് വേണം പറയാൻ. ശരിക്കുള്ള ഒരു ഭക്തൻ്റെയും കഴിവ് എന്താ പറയുക, വ്യസനം കാണാൻ പറ്റില്ല. അതുകൊണ്ടാണ് പറയണത്, വ്യസനിക്കരുതടാ കുട്ടാ, നീ എന്നെ വിഷമിപ്പിക്കരുത്, നീ വ്യസനിച്ചിട്ട്. ഡോണ്ട് പുട്ട് മീ ഇൻ ട്രബിൾ പ്ലീസ്. മാ ശുച. അപ്പോൾ ആ ശ്ലോകത്തിലെ മാ ശുച എന്നുള്ള വാക്കുണ്ടല്ലോ, ഗംഭീരമായിട്ടുള്ള വാക്കാണ്. എന്തിന് ദുഃഖിക്കണം പിന്നെ നമ്മൾ? ഇതാണ് ഭഗവാൻ ഗീതയിൽ കൊടുക്കാനുള്ള മെസ്സേജ്, മാ ശുച. തുടക്കത്തിൽ തന്നെയാണ് പറഞ്ഞത്, 11-ാമത്തെ ശ്ലോകം. ശങ്കരാചാര്യ ഭാഷ്യം തുടങ്ങിയത് 2-ാം അധ്യായത്തിലെ 11-ാമത്തെ ശ്ലോകമാണ്. അശോച്യാനന്വശോചസ്ത്വം. അശോച്യ, ശോചിക്കരുത് നീ ആദ്യം തന്നെ നീ കണ്ണീരും തുടച്ചേ, എൻ്റെ വിഷമൊന്ന് മാറ്റാം ആദ്യം തന്നെ, എന്നിട്ട് നമുക്ക് സംസാരിക്കാം. അശോച്യാൻ, അതാണ് എൻ്റെ തുടക്കം, ഭഗവത്ഗീതയുടെ തുടക്കം. അവസാനം മാ ശുച, ദുഃഖിക്കരുത്. അപ്പോൾ ഭഗവത്ഗീതയുടെ മെസ്സേജ് എന്താ? ദുഃഖിക്കരുത്. ദുഃഖം ഫോർ വാട്ട് ഈസ് ദാറ്റ്? ദുഃഖം അങ്ങനെയൊന്നും ഉണ്ടോ ഈ ലോകത്തിൽ? there is nothing like ദുഃഖം. it's just an imagination, figment of your imagination. അപ്പോൾ ആ ഒരു വാക്കിനാണ് എല്ലാ കമൻറ്റേറ്റേഴ്സും മാക്സിമം സ്ട്രെസ് കൊടുത്ത് പറഞ്ഞിരിക്കുന്നത്. മാത്രമല്ല, ലോകത്തിലെ ഏറ്റവും വലിയ വ്യാഖ്യാനം ഈ വാക്കിന് ആരുടെയാണെന്ന് അറിയുമോ നിങ്ങൾക്ക്? ഈ ശ്ലോകത്തിലെ മാ ശുച എന്നുള്ള ഒരൊറ്റ വാക്കിന് ഏറ്റവും വലിയ വ്യാഖ്യാനം നിങ്ങളിപ്പോൾ പറയും ശങ്കരാചാര്യരാണ്. ശങ്കരാചാര്യർ 4 പേജ് എഴുതിയിട്ടുള്ളൂ ആ ശ്ലോകത്തിന്.
അതിൽ 2 പേജ് ഈ മാശുജ എന്നുള്ളതിന് ഡിവോട്ട് ചെയ്തിട്ടുണ്ടാവും. കർമ്മരഹസ്യം എന്നുള്ള ബാലഗംഗാധര തിലകൻ്റെ ബുക്കിലും 2-3 പേജ് മാശുജ എന്നുള്ളതിന് പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ ഈ ലോകത്തിൽ വെച്ച് ഏറ്റവും വലിയ കമൻട്രി ഓൺ മാശുജ എന്നുള്ളത് 18,000 ശ്ലോകം അടങ്ങുന്ന ഭാഗവതമാണ്. ഡോണ്ട് മിസ്റ്റേക്ക്. ആ ഗ്രന്ഥം ദുഃഖിക്കരുത് എന്നാണ് ആ ഗ്രന്ഥത്തിൻ്റെ വേറൊരു പേര്. ആ മാശുജ എന്നുള്ള ഭഗവത്ഗീതയിലെ അവസാനത്തെ വാക്കുമ്പോൾ പിടിച്ചിട്ടാണ് വ്യാസൻ 18,000 ശ്ലോകം കമൻട്രി എഴുതിയിരിക്കുന്നത്. ദ ലാർജസ്റ്റ് കമൻട്രി ഓഫ് മാശുജ. ഭാഗവതം മുഴുവൻ ഇതന്നെയാണ്. ദുഃഖിക്കരുത്, ദുഃഖിക്കരുത്, ദുഃഖിക്കരുത്. ഏത് കഥ എടുത്ത് നോക്കിയാലും, അതിന് മുഴുവൻ കഥകളാണല്ലോ, ഏത് കഥ എടുത്ത് നോക്കിയാലും അതിൻ്റെ താല്പര്യം എന്താ? വൈ ഫിയർ വെൻ ഐ ആം ഹിയർ. ദുഃഖിക്കണ്ട എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ കമൻട്രിയാണത്. അങ്ങനെയുള്ള 18,000 ശ്ലോകങ്ങളുടെ ദ ബെസ്റ്റ് കണ്ടൻസ്ഡ് ഫോം ഇൻ 1000 സ്റ്റാൻസേഴ്സ് നാരായണീയം. നമ്മുടെ ഭട്ടതിരിപ്പാടിൻ്റെ ദേവഭാഷയിൽ, സംസ്കൃതത്തിൽ 1000 ശ്ലോകങ്ങളിൽ അദ്ദേഹം 18,000 ശ്ലോകം കണ്ടൻസ് ചെയ്തു. ചങ്കൂറ്റൊന്ന് നോക്കൂ, വാതരോഗം വെച്ചിട്ട്. മനസ്സിലായോ? മാശുജ എന്നുള്ളൊരു വാക്ക് എത്ര ഗാംഭീര്യമുള്ള വാക്കാന്ന് വിചാരിക്കും. നമ്മളതിനെ നിസ്സഹായരായിട്ട് അതിനെ കണ്ടിട്ടുമില്ല, കേട്ടിട്ടുമില്ല. എന്താ ഈ മാശുജ എന്ന് വെച്ചാൽ? അത് ആരുടെ ബന്ധുവാ? എവിടെയുള്ളവളാ അയാൾ? അപ്പം അങ്ങനെയുള്ളൊരു അറിവ് പോരാ നമുക്ക്. ആ മാശുജ, മാകിടേണ്ടടോ എന്നുള്ള മലയാളം തമ്പുരാൻ്റെയും മാശുജ എന്നുള്ള വ്യാസൻ്റെ ആ 2 വാക്കുകളുണ്ടല്ലോ, അത് നമ്മൾ ഷുഡ് ബി റിങ്ങിങ് ഇൻ അവർ ഇയേഴ്സ്. നമ്മുടെ ജന്മം മുഴുവൻ നമ്മുടെ മനസ്സിലിങ്ങനെ അലറിക്കൊണ്ടിരിക്കണം, നമ്മുടെ ലക്ഷ്യം നമ്മൾ എത്തുന്നത് വരെ. മാശുജ, എന്ത് വന്നാലും അതെ, ദുഃഖിക്കരുത്, ദുഃഖിക്കരുത്. മനസ്സിലായോ? അപ്പോൾ നമുക്ക് ഇന്നിപ്പോൾ നിർത്താം. ഇന്നിപ്പോൾ അയ്യോ സമയം കുറച്ച് അതിക്രമിച്ചേ, സോറി. ഏതായാലും നാളെ നമുക്ക് ബാക്കിയുള്ള ശ്ലോകങ്ങൾ നമുക്ക് നാളെ കാണാം. അതുവരെ എല്ലാവർക്കും ഹരി ഓം. ഓം പൂർണ്ണമദ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം തത്സത്. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. കൃഷ്ണ ഗുരുവായൂരപ്പ രക്ഷിക്കണേ ഭഗവാൻ.